144 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിന് തുല്യം 144 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിന് തുല്യ ചുറ്റളവുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഉന്നതി എന്ത്? അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു സമചതുരാണ്. ഈ സമചതുരത്തിൻ്റെ പരപ്പളവ് 144 ഇതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം നമ്മൾ. അതിൻ്റെ ചുറ്റളവിന് തുല്യ ചുറ്റളവുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഉന്നതി എന്താണ്? ഉന്നതി പറയുമ്പോൾ ഇതാണ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു സമചതുരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരപ്പളവ് കാണാനുള്ള ഫോർമുല വശം ഇൻറ്റു വശമാണ്, അതായത് സൈഡ് സ്ക്വയർ. അപ്പം നമുക്ക് എഴുതാം വശം ഇൻറ്റു വശം പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 144. സൈഡ് ഈസ് ഈക്വൽ ടു റൂട്ട് 144. റൂട്ട് 144 പറഞ്ഞാൽ 12 × 12 144. അപ്പോൾ 12 കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു വശം 12. അപ്പോൾ ഇനി ഇതിൻ്റെ ചുറ്റളവിന് തുല്യ ചുറ്റളവുള്ള സമഭുജ ത്രികോണമാണിത്. അപ്പോൾ ചുറ്റളവ് പെരിമീറ്റർ, ചുറ്റളവ് പറയുമ്പോൾ പെരിമീറ്റർ, ചുറ്റളവ് ഈസ് ഈക്വൽ ടു 4 × 4 × വശം 4 × 12 ഈസ് ഈക്വൽ ടു 48 കിട്ടി. ഈ 48 ആണ് ഈ നമ്മുടെ സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. അപ്പോൾ സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല എന്താണ്? 3 × വശം 3a എന്ന് എഴുതിയ 3 × വശം 3a. 3a ഈസ് ഈക്വൽ ടു 48. എ എന്ന് പറഞ്ഞ വശമാണ്. എ ഈസ് ഈക്വൽ ടു 48 ഡിവൈഡഡ് ബൈ 3. 48 3 16 പ്രാവശ്യമാണ് പോവുക. അപ്പം നമുക്ക് വശം 16 കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഉന്നതിയാണ്. ഉന്നതി കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുലയുണ്ട്. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഉന്നതി കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. ഇത് ഓർത്ത് വെച്ചാൽ മതി. √3a/2. അപ്പോൾ ഇവിടെ √3 അങ്ങനെ തന്നെ എഴുതുക. എ എന്ന് പറഞ്ഞാൽ 16 ആണ്. 16/2. 2 16 8 ടൈംസ്. അപ്പോൾ ആൻസർ എന്തായി? 8√3. ആൻസർ ഈസ് ഈക്വൽ ടു 8√3. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൻസർ ഓപ്ഷൻ സി 8√3 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.